നമസ്കാരം. ഈ ലഹരി മരുന്ന് കേസുകളിൽ കുടുങ്ങുന്ന ആളുകൾ, അതായത് ആര് ലഹരി മരുന്ന് കേസുകളിൽ കുടുങ്ങിയാലും അവർ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖം ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ചാനലുകളിലോ ഒന്നും വരാൻ പാടില്ല എന്നാണ് പുതിയ എക്സൈസ് ഏമാന്റെ ഉത്തരവ്. ഉത്തരവ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് വാക്കാലുള്ള ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും അതിൽ തന്നെ ജയിൽ നിറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൽ പിടികൂടുന്നത് ആണുങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും തത്തുല്യമായ രീതിയിൽ സ്ത്രീകളെയും പിടികൂടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും അവരുമായി അടുപ്പം പുലർത്തിയിരുന്ന 3 വനിതകളെയാണ് പേരാമ്പ്രയിൽ വെച്ച് വടകര ലഹരി മരുന്ന് MDMA വേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് അവരുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ ലഹരി മരുന്ന് എത്തിയത്? പേരാമ്പ്രയിലെ BRC എന്ന് പറയുന്ന സ്ഥാപനം, BRC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, സൗജന്യമായി PSC ക്ലാസ് കൊടുക്കുന്നുണ്ട്. BRCയുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രത്യേക കോഴ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണത്. അവിടുത്തെ ടീച്ചർമാരായിട്ടുള്ള കാവ്യ ഉൾപ്പെടെ, കീർത്തന എന്ന് പറയുന്ന ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2 വർഷം മുമ്പത്തെ ഏറ്റവും മികച്ച ടീച്ചർമാരായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി നമുക്ക് തോന്നുന്നത്. ഈ ഭരണകക്ഷിയുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ, അത് ഏത് ഭരണകക്ഷിയായാലും അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ MDMA അല്ല ഏത് കേസിൽപ്പെട്ടാലും ഏത് കേസുകളിലൂടെ പോയാലും ഇവർക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുമെന്ന് തെളിയിച്ചൊരു കേസാണ് വടകരയിലെ പേരാമ്പ്രയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള MDMA കേസ് എന്ന് പറയുന്നത്. ഈ MDMA കേസിൽപ്പെട്ട 3 പ്രതികളുടെയും ചിത്രങ്ങൾ വളരെ മനോഹരമായി തന്നെ നമ്മുടെ ചാനലുകളും പത്രങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോ ഈ എക്സൈസ് കമ്മീഷണർക്ക് എന്താണ് ഇതിലൊരു പ്രശ്നം വന്നതെന്ന് എനിക്കറിയില്ല. കാരണം തെറ്റ് ചെയ്യുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ഒരേ രീതിയിലുള്ള ശിക്ഷയാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അത് പുരുഷൻ ഒരു ശിക്ഷ അല്ലെങ്കിൽ സ്ത്രീക്ക് മറ്റൊരു ശിക്ഷ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലുകയാണ്, ഇപ്പൊ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനിടയിൽ ആ സ്ത്രീ ഒരാളെ കുത്തിക്കൊല്ലുകയാണ്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊലപാതകമാണെങ്കിൽ നമുക്കതിൽ ഒന്നും പറയാനില്ല. കാരണം അവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ അവരെ ഭരണഘടന സഹായിക്കും, കോടതികൾ സഹായിക്കും, അവരുടെ മുഖം കാണിക്കാതിരിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന, ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യവുമില്ലാതെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും മറ്റു പല ബിസിനസ്സുകൾ നടത്തുകയും കള്ളത്തരം കാണിക്കുകയും ഹണി ട്രാപ്പിൽ പെടുത്തുകയും തുടങ്ങി കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വരെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീകളുള്ള നാടായി നമ്മുടെ രാജ്യവും കേരളവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖം കാണിക്കരുത് എന്ന് പറയുന്നതിൽ എന്താണ് ഒരു ലോജിക് ഉള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഈ എക്സൈസ് കമ്മീഷണർക്ക് എന്താണ് സ്ത്രീകളോട് ഇത്രയധികം ഒരു സ്നേഹം തോന്നിയത് എന്നുള്ളതാണ്. സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു നിർദ്ദേശം ഈ എക്സൈസ് കമ്മീഷണർ കൊടുത്തത് എന്ന് അറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ പ്രതീകമായി ഇപ്പോഴും നമ്മൾ കരുതുന്ന ആളുകളായതുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും സംവരണമുണ്ട്. സ്ത്രീകൾക്ക് ആനുപാതികമായ സംവരണം കിട്ടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ ജോലിയുടെ സാഹചര്യങ്ങളിൽ, അവരുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ, വിവാഹത്തിന് ശേഷമുള്ള അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളിൽ, ഇതിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പൊ അവിടെ ഒന്നും തന്നെ നമ്മൾ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിലും ഈ സ്ത്രീകളുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അതാണ് ഈ പുരുഷന്മാരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു, അതാണ് ഈ പുരുഷന്മാരെ തവിട് കൊടുത്തു വാങ്ങിയതാണോ എന്നുള്ളത്. അതുപോലെയാണ് ചോദ്യം. കാരണം ഈ കുറ്റകൃത്യം ചെയ്ത്, അതിഭീകരമായ കുറ്റകൃത്യം ചെയ്തുകൊണ്ട് ഒരു എളുപ്പമില്ലാതെ നടക്കുന്ന ഇത്തരം കുറ്റവാളികളായിട്ടുള്ള സ്ത്രീകളുടെ മുഖം MDMA കേസ്, കഞ്ചാവ് കേസ്, മയക്കുമരുന്ന് കേസ്, LSD പോലുള്ള സ്റ്റാമ്പ് കേസ്, ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിൽ പോയിട്ട് കുട്ടികളെ കണ്ടെത്തുക, ആ കുട്ടികൾക്ക് ലഹരി കൊടുക്കുക, ഒരുപാട് യുവാക്കളെ സ്വാധീനിച്ച ശേഷം അവരെ ഹണി ട്രാപ്പിൽ പെടുത്തിയതിനു ശേഷം അവരെ ലഹരി വഴി ഉപയോഗിച്ച് അവരുടെ പല സമ്പാദ്യവും സ്വത്തുക്കളും കവർന്നെടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കൊന്നും ഇവരുടെ ഒന്നും മുഖം കാണിക്കരുത് എന്ന് പറയാൻ ഇവർക്കൊക്കെ നാണമില്ലേ എന്നുള്ളത് മാത്രമാണ് ചോദിക്കാനുള്ളത്. കാരണം ഇത് നിയമം പറയുന്ന കാര്യമല്ല, ഇത് ഇവരുടെയൊക്കെ
എന്താണ് ഇവർക്കൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു വീരപരിവേഷമുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത് ഇവർ കൊടുക്കുന്ന ഉത്തരവുകളാണ്. ഇതിനൊന്നും നിയമസാധുതയുണ്ടോ, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഈ സുരക്ഷയുണ്ടോ, അതിനു മേലുള്ള എന്തെങ്കിലും തരത്തിൽ അത് അനുവദനീയമാണോ, അതൊന്നും ചിന്തിക്കാതെ കുറെ ഉദ്യോഗസ്ഥ വൃന്ദം നടത്തുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം. കാരണം ഇത് വലിയ അപകടമാണ്. നാളെ ഏതൊരു സ്ത്രീയും കുറ്റകൃത്യത്തിൽ ഇറങ്ങുന്നത് ചാനലുകളിൽ ഒരു തവണ പേരോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പരമാവധി ആളുകൾ അത് ഭയന്നിട്ടെങ്കിലും അതിലേക്ക് ഇറങ്ങാതിരിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ ഇവിടെ മുഖം കാണിക്കരുത്, അവരുടെ അഡ്രസ്സ് കൊടുക്കരുത്, അവരെ പുറത്തു പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എത്രയധികം തട്ടിപ്പുകൾക്ക് എന്തെല്ലാമൊക്കെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാനാണ് ഇതിലൂടെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്, കളമൊരുക്കി കൊടുക്കുന്നത്. അവർ സുഖമായി ജയിലിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങി വന്ന് പിന്നെയും ഇത് നടത്തും. കാരണം ഇവരുടെ അഡ്രസ്സ് അറിയില്ല, ഇവരുടെ മുഖം കാണിക്കുന്നില്ല, ഇവർക്കെതിരെ വാർത്ത വരുന്നില്ല. ഇത്തരം കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നിയമനിർമ്മാണം നടത്തിയിട്ട് അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല.